പിന്നെ ഭഗവത്ഗീതയെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത, പൊതുവെ ഹിന്ദുമത ഗ്രന്ഥമായി അറിയപ്പെടുന്ന ഭഗവത്ഗീത ഹിന്ദു സന്യാസിമാരിൽ തന്നെ ചിലരത് പൂർണ്ണമായും അംഗീകരിക്കുന്ന അതില്ല. ചില കാര്യങ്ങൾ അവർ കൊള്ളുകയും അതിൽ ചില കാര്യങ്ങൾ തള്ളുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടേതായ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ കവി പറയുന്നിടത്ത് അദ്ദേഹം ഒരു ഒളിയാക്രമണമാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ ശക്തമാണ്. കാരണം സാധാരണക്കാരായ മനുഷ്യർക്ക് അത് ഒരു എന്താ പറയുന്നത്, ഒരു ചരിത്രപരമായൊരു കാര്യം ഉയർത്തിപ്പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ, ഒരു താരതമ്യം നമ്മളെ ഉയർത്തിപ്പിടിച്ച് കാണിച്ചിട്ട് അയാളുടെ ആശയം ഒരാളിലേക്ക്, ചിന്താശേഷിയില്ലാത്ത ഒരാളുടെ മനസ്സിലേക്ക് ഇടുന്ന രീതിയിലുള്ള ഒരു ഒളിയാക്രമണം. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒളിയാക്രമണം എന്ന് പറയുന്നത്. തൻ്റെ ആശയം താനേതായാലും അതിനെതിരാണ്. അപ്പോൾ ആ എതിരായിട്ടുള്ള ഒരു ആശയം അത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് എത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട്, മറ്റൊരു താരതമ്യം പറഞ്ഞുകൊണ്ട് അത് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഭഗവത്ഗീതയിൽ ഏതെങ്കിലും ഒരു ആശയം എടുത്തിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് ഒരു ശ്ലോകം എടുത്തിട്ടോ അതിനെ വിമർശിക്കുകയല്ല ചെയ്തത്. ഒരു കാര്യം പറഞ്ഞത് വിമർശിച്ചാൽ അത് ഡയറക്റ്റാണ്. അപ്പോൾ അതിനെ എതിർക്കേണ്ടവർക്ക് അത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ് എന്ന് വിശദീകരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ലാത്തത് കൊണ്ടാണ് ഇതിനെ ഒളിയാക്രമണം എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അത് കുറച്ചും കൂടെ ശക്തമാണ്. കാരണം നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആശയ സംവേദനം എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായിട്ട് മറ്റുള്ളവരിലേക്ക് ആഴ്ന്നിറങ്ങുകയും അവരിലേക്ക് മാറ്റങ്ങൾ വരുത്താനും കഴിയും.